ഇത് കൊള്ളാടാ. ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം. എന്റെ അമ്മ, നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. now all the card have increased value. ഇത് ഇവന്റെ ജേക്ക് പോളിന്റെ എല്ലാം സൂക്ഷിച്ച് കവർ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. ചേട്ടാ ജേക്ക് പോളിന്റെ കാർഡ് എത്ര വിലക്കാ പോയെന്നറിയോ? ഞാൻ കണ്ട് സൗണ്ട് ഇല്ല ഇതിന് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ കാർഡും എടുത്ത് വെച്ചിട്ടുണ്ട്. വില കൂടുന്ന സമയത്ത് വിൽക്കാം. சார் 3 வேரியேஷன் பாருங்களேன். பாலு சார் எப்படி இந்த பாட்டை எப்படி டைஜஸ்ட் பண்ணி அந்த கம்போசரோட ஒரு கம்போசிங் ஜஸ்டிஃபை பண்ண சொல்றாங்க பாருங்களேன். ராதை உனக்கு சொன்ன வேதம் என்ன, இது ஒண்ணா? ராதை உனக்கு சொன்ன வேதம் என்ன. மூணாவது, ராதை உனக்கு சொன்ன வேதம் என்ன. ராரி ராரி சத்தாரி சத்தாரி. ലെജൻഡ് ബ്രോ, ലെജൻഡ്. എന്താ അതാരാ? ഹലോ, want to lead, will to conquer. ഇത് കൊള്ളാടാ. ഇത് കൊള്ളാം, ഇത് കിടില്ല. ഇത് എവിടെ നോക്ക്. ഇമേജ്. When the tiger moves, jungle hold its breath. A wolf doesn't rush, he responds with purpose. കൊള്ളാടാ, എല്ലാം നൈസറാ, നല്ല പോസ്റ്റേഴ്സ് എല്ലാം. While kings sleep, hyenas eat. കൊള്ളാം കേട്ടോ, അടിപൊളി കേട്ടോ, എല്ലാം നൈസ് കേട്ടോ. ഇതിനകത്ത് ബോബോയ്ക്ക് ഒരു ശേഷിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ശേഷി വന്നിട്ടുണ്ട്. ഓ, foxes don't roar, they win quietly. അത് പോയി. പക്ഷെ ഇതൊക്കെ നോക്കണ, ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കണ, എന്ത് രസമല്ലേ കാണാൻ. ഇത് ആണോ ഇത്? Born to chase, built to win. കൊള്ളാം. No misuse, only mindful use of AI. അത് സെറ്റ്. കൊള്ളാടാ. ഓ, ഇത് കൊള്ളാം, നൈസറാ, അടിപൊളി. ഈ ബോർഡറില് വേലമ്പാളയം പിള്ളേരെന്ന് പറഞ്ഞ പോക്കിരികളാണ്. അതിലും 4 എണ്ണം. ഒരുത്തൻ ഡുക്കി, ഒരുത്തൻ സ്കോർപ്പിയൻ കിക്ക്, ഇനി ഒരുത്തൻ ഡാഷ്, ഇനി അവസാനം ഒരുത്തനുണ്ട്, അവനാണ് ബൾട്ടി. മക്കളെ, ഇത് മാറ്റല്ല. മെനഞ്ഞാൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, കോഴിക്കച്ചവടം കുറച്ച് വീക്കാണ്, ബിസിനസ് കുറച്ച് ഡള്ളാണ്. കംബാക്ക് പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. കംബാക്ക് പ്ലാൻ ഉണ്ട്, ചെറിയൊരു കംബാക്ക് പ്ലാൻ ഉണ്ട്. അപ്പോഴേ വേണ്ടിയിട്ടുള്ള ഗ്യാങ്ങിലെ പുതിയ പയ്യന്മാർക്ക് ഇത് ആരാന്ന് പോലും അറിഞ്ഞൂടാ. നമ്മുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആളാ ബാബു നമ്പൂതിരി. വരുമ്പോ ബഹുമാനം കൊടുക്കണം. എന്റെ അമ്മോ, എന്ത് വിശ്വാസമാണ് സിയെ. ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ നമ്മുടെ സ്റ്റീവിന്, നമ്മുടെ ടിവിയുടെ ഒരു ഡൈഹാർഡ് വ്യൂവർ സ്റ്റീവിന് ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപ വിലയുള്ള ഒരു 3 ലക്ഷം രൂപ വിലയുള്ള ഒരു PC ബിൽഡ് ചെയ്ത് കൊടുത്തു ടിവിയുടെ ഒരു വ്യൂവർ. ബ്രോ, താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. സ്റ്റീവിന് ചെയ്തു കൊടുത്തു. അതുപോലെ നമ്മുടെ മനാഫ് ബ്രോ നമുക്ക് മറ്റേ മുച്ചിറിക്ക് ചെയ്തു കൊടുത്തായിരുന്നു. ഇങ്ങനെ കുറെ ആൾക്കാര് നമ്മുടെ ടിവിയുടെ ഓഡിയൻസ് ആയിട്ടുള്ള കുറെ പേര് ആൾക്കാരുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് താങ്ക് യു. ആൻഡ് മീൻസ് എ ലോട്ട്. യവന്മാർക്ക് ഇങ്ങനൊരു ഇത് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞ. ആൻഡ് വെൽ ഡിസേർവ്ഡ് ആണ്. അപ്പൊ ഇത് വന്നിട്ട് ബാക്കി അവന്റെ പെർഫോമൻസ് നിങ്ങൾ തന്നെ കണ്ടോ, വേറെ എന്ത് പറയാനാണ്. അവനെ ഉള്ളത് വെച്ച് തന്നെ. കുറവായിരുന്നേ. സ്പെക്ക് പറഞ്ഞെടുത്തടാ.
ചെക്ക് 5070 Ti Ryzen 7 900X 3D. ഓ ഓ ഓ ധാരാളം ധാരാളം ധാരാളം. നീ കണ്ണാപ്പി പി സി ഒന്നും അപ്ഗ്രേഡ് ചെയ്യുന്നില്ലടാ? ഉണ്ട്. ഞാൻ ഇനി അപ്ഗ്രേഡ് ചെയ്യണേ നീ അടുത്ത ഏറ്റവും ടോപ്പ് കാർഡിലോട്ടായിരിക്കും. 5090 5090 അല്ലെങ്കിൽ 50 ഇനി എടുക്കുവാണെങ്കിൽ കേരളത്തിലെ ബെസ്റ്റ് ബിൽഡ് അതിൽ ഗെയിമിംഗ് റൂം അടുത്ത പണി വരും. അങ്ങനെ ഒരു പി സി തരണമെങ്കിലേ ഞാൻ ഗെയിം കളിക്കുന്നത് നിർത്തണം. എന്റെ പി സി ഈ മാസം അവസാനമേ ഞാനൊരു സാധനം പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. നീ അത് കണ്ടിട്ട് നീ അതിന് മുകളിൽ നിനക്കൊരെണ്ണം ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ബിൽഡ് ചെയ്തു. അങ്ങനല്ല അത്ര നമ്മള് അതാ പറഞ്ഞ കേരളത്തിലെ ടോപ്പ് നീ പറഞ്ഞ അതിന് മുകളിൽ ഒരെണ്ണം ബിൽഡ് ചെയ്യാൻ സമ്മതിക്കൂലല്ലോ. அதுக்கு கண்ணாப்பி குடிக்கிறத நிறுத்தணும் ஃபர்ஸ்ட். എന്താണ് പറഞ്ഞത്? കുടിയൊക്കെ നിർത്തി நிறுத்தி ஆமா பாட்டில ஃப்ரண்ட்ல வச்சுட்டு நிறுத்திட்டு நான் அடுத்து டவுன் பண்றேன். ഗൈസ് ഐ ആം ബിൽഡിംഗ് എ വാട്ടർ ലൂപ്പ് സിസ്റ്റം. ഒരു കംപ്ലീറ്റ്ലി ഇവിടെ അങ്ങനെ ഈ നമ്മുടെ ഇവിടുത്തെ പി സി കൾച്ചർ ഇല്ലാത്തൊരു സാധനം ആണ് കൊണ്ടുവരുന്നത്. ആൻഡ് അത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കിനും അത് വരും. കൊടുക്കുന്നോ? വാട്ടർ കൂളിംഗ് ആണോ? வாட்டர் கூலண்ட். ഇപ്പൊ ഇരിക്കുന്ന കൊടുക്കണ? ഇല്ല അത് ഗെയിമിംഗ് റൂമിൽ വെക്കാനാ. ഇവിടുത്തെ അല്ല ഗെയിമിംഗ് റൂമിലും എന്റെ മറ്റേ പഴയ സിമുലേറ്റർ പി സി ഞാൻ ഓൾറെഡി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തായിരുന്നു. അപ്പൊ അവരത് ഇതായിട്ട് ചെയ്തു തരുന്നു. അപ്പൊ നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് നേരെ ഇതെന്താ ഒരു വീഡിയോ കാണണ്ട, ഒരു വീഡിയോ കാണണ്ട. എന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി ഒരു പാട്ട്. പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവു പോൽ നെഞ്ചിലമരുന്നു, നീ അലവലാതിയായി മാറുന്നു. അലവല ഇതെന്താ റൊണാൾഡോ അല്ലേ ഇത്? വീടിനെ കഷ്ടപ്പെട്ടാ ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്കിഷ്ടമാ. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ. മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. കള്ളൻ. എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? പക്ഷേ ഈ വീഡിയോ ഉണ്ടാക്കിയ മെസ്സി ഫാനാ. എനിക്ക് ഉറപ്പാ. എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? തങ്കപ്പാ, ഞാൻ സൈക്കിൾ എടുത്തോണ്ട് നമ്മുടെ കൊപ്രാക്കളം വരെ ഒന്ന് പോണം. ഒരാളെ അവിടെ കൊണ്ടാക്കണം. എന്തൊക്കെയാണ് ഒമേഗൽ ബ്രാൻഡ് ഹായ്. ഹായ്. അപ്പുകൂട്ടനല്ലേ അതൊന്നും? അപ്പുകൂട്ടനൊന്നും അല്ലടാ അത്. ഹായ്. പച്ചവൽക്ക് വരാണ്. കൊറേ അമ്മാവന്മാര് ഗതയും പിടിച്ചിരിപ്പുണ്ട് ഇതിനകത്ത് കേട്ടാ. എന്റെ അമ്മോ, ഇവിടെ ഒരു പ്രാന്തനുണ്ട്. ഇതിന്റെ പ്രാന്തനുണ്ട് ഇവിടെ. വിനീത് കണ്ണൻ അവള് എല്ലാം കൂടെ ഒമേഗലിനകത്ത് കയറും ഇവിടെ. എന്റെ പൊന്നെ, കൊറേ മാമന്മാര് ഗതയും പിടിച്ചിരിപ്പുണ്ട് ഇതിനകത്ത്. റാവും പകലും കണ്ണിൽ തീ, ചെന്നൈ സ്ട്രീറ്റിൽ ഞാൻ തെളിയുന്നേ. വിയർപ്പ് വീണാലും തളർന്നിടതേ മുന്നോട്ട് പായുന്നു ജീവിതമേ. സ്വപ്നങ്ങൾ വലരും ആകാശം തൊട്ട് തണയുയർത്തി ഞാൻ മിസ്റ്റർ തോപ്പി. ഈ നഗരം എൻ കനവിൽ മിന്നും താരമായി മാറും മിസ്റ്റർ തോപ്പി. തിരക്കിൽ ഒരു സ്ഥാനം എനിക്കായി ഞാൻ അടിച്ചു നേടും മിസ്റ്റർ തോപ്പി. പല നേരങ്ങൾ
പല വേഷം ഇത് ജീവിത പാതയിലെ ഘോഷം മിസ്റ്റർ തോപ്പി സ്റ്റൈലിൽ ആരും തോൽക്കാത്ത പുതിയൊരു ലോകം ഞാൻ തീർക്കും മിസ്റ്റർ തോപ്പി ഏത് നിറ വേണമെങ്കിലും പോരട്ടും മിസ്റ്റർ തോപ്പി എന്ന് പറയണത്. മഹാദേവ സത്യത്തില് പ്രേതങ്ങളില്ല അല്ലേ? ഇല്ല ഞാൻ കഴിച്ചു കഴിഞ്ഞത്. അതൊന്നും സാരമില്ല, ഒരു അവലോസുണ്ട് കൂടെ കഴിക്കും, പല്ലിന് ബലം കിട്ടും. ശല്യം ഇപ്പൊ ഒന്നുമില്ല, പോയി കാലത്തോ അപ്പൊ പറയാ. അപ്പൊ എന്താ പറ്റിയത്? വണ്ടി എടുക്കണം. വണ്ടി എടുക്കാം. ഹാളിലേക്കാ. എന്താ ടയർ പഞ്ചറാടാ, മാറ്റിയിടണം. അതൊന്നും വേണ്ട, ഈ ഹൈ റേഞ്ചിലെ തണുപ്പത്ത് ടയറൊക്കെ ആരി കാണാൻ. അവിടെ വന്നു. സിസ്റ്റർ പേഷ്യന്റ് അടിയിലോട്ടിരുന്നു. നെക്സ്റ്റ് പേഷ്യന്റ്. ഇതിൽ വന്നൊരു പരസ്യം കണ്ടാ ഞാൻ അവരെ ബന്ധപ്പെട്ടു. ഇതാ എവിടെ നോക്കട്ടെ. വരന് ആവശ്യമുണ്ട്, നായർ യുവതി മൂലം വെളുത്തുന്നു. ഇതിനൊക്കെ എന്താ അഭിപ്രായം പറയാനല്ലേ ഇതിനൊക്കെ? നീ എന്താ ഈ നൈറ്റി ഒക്കെ ഇട്ടുണ്ടോ? ഇത് നൈറ്റി ഒന്നും അല്ലടാ പോത്തെ, ഇത് ഞങ്ങൾ ഗൾഫിൽ എടുത്ത ഗൗണ. അല്ല, ഇതാരും തോമസോ? ഇല്ല, തോമസ് കുട്ടി വന്നില്ല. തോമസ് കുട്ടി 4 മാസം ഗർഭിണി ആയതുകൊണ്ട് ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോയി. സോറി, 5 മാസം. ഇത് മഹാദേവനാണ് ഫാദർ. ഇത് മഹാദേവനാണ് ഫാദർ. മഹാദേവ മാറ്റിയിട്ടുണ്ടോ? എന്താ ആ വാതിൽ പൂട്ടിയിട്ടുണ്ടോന്ന് നോക്കാം. വാ നോക്കാം. ആരാ ബാക്കില്? എന്താ പുല്ലേ? ഗുഡ് നൈറ്റ് പറയാൻ മറന്നു. ഗുഡ് നൈറ്റ്. എന്റെ പൊന്നു. എടാ ഇതെനിക്ക് കളിക്കണോടാ, ഇത് കളിക്ക, ഇത് ഇൻസ്റ്റാൾ ചെയ്യട്ടെ, ഇത് കളിക്കാവേ. ബോഡിയുടെ ഇതിന്റെ ഗെയിം ഫിസിക്സ് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്ത് രസമെന്നറിയാമോ, ബോഡി തെറിച്ച് വീഴുന്നതൊക്കെ നിങ്ങൾ കാണണോ? ഇത് നോക്കി വെക്കണേ. പക്ഷെ ഇതല്ല, ഇത് പിസ്റ്റൽ മാത്രല്ല, നിങ്ങൾ ഇതിനകത്ത് മറ്റേ വലിയ ഗൺസ് ഒക്കെ ഉള്ള ഒരു ക്ലോസ് റേഞ്ചിൽ അടിക്കുമ്പോൾ ബോഡിയൊക്കെ ചെതറിയൊക്കെ പോകണം. ഭയങ്കര ഇതാ, ഭയങ്കര കിട്ടില്ലെങ്കിൽ. ആ അതാ ബെടാ. പക്ഷെ ഗെയിം വലിയ സൈസ് ഒന്നും ഇല്ലടാ, 100 GB എന്തോ ഉള്ളു. എടാ ഇതെങ്ങനെയുണ്ട്? അയ്യോ, അത് കണ്ട ഗൈസ് നിങ്ങളത്? അല്ല അല്ല, ഞാൻ ഒരു എവിടെ പറയണ്ടേ ഗൈസ്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് വരയ്ക്കുന്നതിനോട് ഭയങ്കര രസം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ റീസെന്റ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് അപ്പൊ എനിക്കൊരു ക്രേസ് തുടങ്ങി. അതായത് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ബുക്കിനകത്ത് മറ്റേ ചെറിയ ഈ വര ലൈൻസും ഒക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ വരയൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബ്ലാക്ക് പെയിനൊക്കെ വെച്ച് വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വര ആർട്ടും ഒക്കെ ഇങ്ങനെ എന്തൊക്കെ എല്ലാ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിവരച്ച് ഇതാക്കി കഴിയുമ്പോൾ അവസാനം ഒരു നല്ല കാണാൻ മേനെയുള്ള ഒരു പടം പോലെ ആവും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സ്ക്രിബിൾ എന്ന് പറയാം, സ്ക്രാച്ച്, അങ്ങനത്തെ ഒരു സാധനമാണ് അത്. അതിനകത്ത് ഇപ്പൊ ഞാനത് വീഡിയോ കണ്ട്, ഇത് വരയ്ക്കാൻ കഴിവൊന്നും വേണ്ട, ഇത് ചുമ്മാ ഇത് എല്ലാവർക്കും. ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്ത് ഇവിടുത്തെ ഒരു ആർട്ട് കടയിൽ പിക്സൽ ആർട്ട് അതുപോലത്തെ സാധനം ഇവിടുത്തെ കടയിൽ പോയി 450 രൂപയുടെ പേനയും ബുക്കും പേപ്പറും എല്ലാം മേടിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ആ വീഡിയോക്കകത്ത് അവർ പറയുന്നുണ്ട് പ്രത്യേകം വരയ്ക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, ഇത് നമുക്ക് ചുമ്മാ. ഞാൻ എങ്ങനൊക്കെ വരച്ചിട്ടും പക്ഷെ ഇവിടെ ഒരാളെ കാണിക്കാൻ പോലും കൊള്ളൂല, മനസ്സിലായ? ഇത് ശരിക്കും ഒരു കഴിവ് വേണോടാ ഇതിന്. ഇനി എന്ത് വരയ്ക്കാൻ അറിയാതെ പറഞ്ഞാൽ അത് ഇതിനൊരു കഴിവ് വേണം ഇതിന്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അതൊരു മെനയാവണില്ല. വെറുതെ പുറേ 2-3 പേനയും മാർക്കറും അതും എല്ലാം മേടിച്ച് അത് വീട്ടിലിട്ടിട്ട് കൊണ്ടുവന്നില്ല, ഇങ്ങോട്ട് പോലും കൊണ്ടുവന്നില്ല. കാണിക്കണ്ട, ഞാൻ കാണിക്കൂല. ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ എന്നെ തുപ്പി കവറൊക്കെ അടിച്ച് ചിലപ്പോ എറിയും. ചിലപ്പോ മറ്റേ അണ്ണൻ്റെ കൂടെ അന്ന് ഒമീകളെ വന്ന ഒരു, അപ്പൊ പുള്ളിക്ക് അണ്ണനാണ് മറ്റേ പറഞ്ഞു കൊടുത്തത്. ആ പുള്ളിയാണ്. പുള്ളി ഭയങ്കര ഡിസോർഡാണ്, ഒന്ന് കണ്ടു കേട്ടു നോക്ക്.
നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ബ്രോ വാട്സ്ആപ്പ് അടിപൊളി പാട്ടുകാരനാണോ? ചെറുതായിട്ട്. ഓക്കെ ഓക്കെ. ഞാൻ പാട്ടൊക്കെ പാടും ബ്രോ വല്ലപ്പോഴും. എനിക്കറിയാം, ഞാൻ കണ്ടിട്ട് കാണാണ്ട് നിങ്ങൾ എനിക്കറിയാം. എടാ കണ്ണാപ്പി അതുകൂടെ ഞാൻ പറയാൻ പോയായിരുന്നു കേട്ടാ. ഇനി പാട്ടിട്ട് ചുണ്ടനയ്ക്ക് കവർ കെട്ടി എറിഞ്ഞു തരും. ഞാൻ ഉള്ള കാര്യം പറയാട്ടാ. എന്തിനാ അഭിനയമാണ് നീ ഒരു A class കള്ളനാ. നീ കള്ളനാ, നിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള കള്ളനാ നീ. കാവിൻ കോവിലകത്ത് തമ്പൂരാൻ നടന്നതോ ദിക്കുകൾ സാക്ഷിയായി രാഗാദ്രമായൊരു പൊൻകേൾക്കും മണിനാദം കേട്ടു വീണ്ടും തമ്പൂരാൻ എല്ലെ നോക്കി അങ്ങാരത്ത് തമ്പൂരാട്ടി മഞ്ഞച്ചേലയുടുത്ത് കോലുസുമിട്ട് അങ്ങാതാകുന്നു തമ്പൂരാട്ടി അഞ്ചാന മിഴികള കതിലെ കടുക്കനോ മിന്നുന്ന പുഞ്ചിരിയോ ഇതാണോ ചെറുതായിട്ട്? എന്റെ അമ്മ, ഇത് ഒരു ലൈവായിട്ട് ഇതിങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ എന്ത് രസമല്ല, എന്ത് രസം കേൾക്കാൻ. എന്റെ ബ്രോ കിടിലം ബ്രോ, രക്ഷയില്ല. പുള്ളി റാപ്പ് കൂടെ ഒന്ന് പാടിയാണ് മിക്സ് ചെയ്ത് അണ്ണാ, അതുകൂടെ കേൾക്കുന്നതാണ്. ഈ പുള്ളി ഭയങ്കര കിടിലായിട്ട് പാടും. ഈ പുള്ളിനെ എനിക്ക് പണ്ട് കിട്ടിട്ടുള്ള ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പുള്ളിയെ അടുത്ത്. ഉണ്ട് അണ്ണനാണ് എല്ലാം പറഞ്ഞു കൊടുത്തത്. ഇത് മൈക്ക് അങ്ങനെ സെറ്റ് ചെയ്യണം, ഇങ്ങനെ സെറ്റ് ചെയ്യണം പറഞ്ഞു കൊടുത്തത്. എന്റെ സ്ക്രീൻ ഷെയർ നോക്കിയാണ്. എനിക്ക് ഇതിൽ തന്നെ ഒരു MRC ഇഷ്യൂ ആയിരുന്നു. അതെന്താ അടുത്തത്? കരയ മാലിക് ലിവിംഗ് TV. അത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ TV എന്നാണോ പറഞ്ഞത്? കേട്ടെ കണ്ണാപ്പിടെ ലൈവ് കൂടെ ഇതൊരാണ് திரிகிற பொம்புல என்னடி நடக்குது செந்தமிழ் நாட்டுல லேடிஸ் எல்லாருக்கும் வணக்கம் இங்க லேடிஸ் மானம் பறக்குதுங்க பொம்புல என்னடி நடக்குது செந்தமிழ் நாட்டுல லேடிஸ் எல்லாருக்கும் வணக்கம் இங்க லேடிஸ் மானம் பறக்குதுங்க ஹாய் கேர்ள்ஸ் ஹவ் ஆர் யூ ஏ 10 மாசம் பகன பின்னே who are you da மூன்றே சொற்கள் I love you da இந்த கத்துக்கிட்ட உனக்கு தெரியலையா ஷீனா லீனா மீனா மீனா கொஞ்சம் தமிழ் தெரியும் விட்டு சின்ன பேனா தமிழ்நாட விட்டு புட்டு போனா தாய்மொழி தமிழ்னு மறந்துட்டு பேனா ரோஹிணி மோகினி யாமினி காமினி ஃபிகர் என்ன நினைச்சிட்டு செய்யறது காமெடி அமளைய தப்பு சொல்ல வெட்டி வெள்ள பெண்ணடி அவ என்னதான் பாக்குறது இந்த பொல்ல பொண்ணு கிளடி கிளப்புல மாப்பிள்ள பொம்புல நட்டி நடக்குது செந்தமிழ் நாட்டுல லேடிஸ் எல்லாத்துக்கும் എന്തൊരു വിഷയല്ലേ லேடிஸ் பாக்கும் பறக்குதுங்க டேய் 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 தாகரி டேய் தாரோ മിക്സിംഗ് ഒക്കെ ചെണ്ട മേളത്തപ്പ് കുഴൽപ്പിള്ളി നാദം തക്ക 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 തട്ടിക്കിട്ട മേളം തട്ടിനാത്ത സ്വരം പുലികളിയാട്ടം ഇത് എന്റെ നടുഭൂമി മലയാളം മാമല്ല നാട് മലയാള നാട് മാവിലി പാണ്ടിട്ട് നാട്
മുണ്ട് മടക്കി മീശ വിരിച്ച് ചങ്കു വിറച്ചൊരു പോക്ക് കാട്ടിളക്കി വരുന്ന മതയാന വാൾ പയറ്റിലോ ഞങ്ങൾ കൊണ്ട് പുണ്യാർച്ച ഭീഷണി പെടാത്ത മുതലാകൂല ഏഷണി കൂട്ട നോക്കണ്ട വേഗൂല നരകത്തിൽ ഒരു തരി വെളിച്ചം അതന്നത്തിലും തല ഉയർത്തിയ ചരിത്രം ഇവിടാരാന്റെ തന്റെ പ്രാന്തകട്ട ഞങ്ങൾ വാളിട്ടിക്കില്ല ചുമ വീമ്പെള്ളക്കില്ല മോനെ മലയാളിക്ക് എന്താടാ പുലിയാടാ ചുമ സടക്കൂട്ടുന്നുണർന്നാലടപ്പെട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ മലയാളിക്ക് എന്താടാ കെട്ട മലയാളി പുലിയാടാ ചുമ സടക്കൂട്ടുന്നുണർന്നാലടപ്പെട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ അന്തി മയങ്ങുമ്പോൾ അന്തിക്കള്ളു മോന്തി അമ്പലത്തിൽ പോയി കൂറി തൊട്ട് വണങ്ങി കുമ്പസാരം ചൊല്ലും പൊന്നു മലയാളി നിനക്കു നീ തന്നെയാണ് എതിരാളി നാട്ടു നെളിയിപ്പോ തരുണി മണികൾ അവർക്കെറിയുണ്ട് കഥന കഥകൾ സദാചാരം നോക്കും വിരണ്ട നരകൾ പകൽ മാന്യന്മാർ പരമദ്രോഹികൾ ചങ്കുറപ്പിന്റെ കൂട്ടപ്പിറപ്പ് വരും അംഗത്തിനായത് കച്ചമുറുക്ക് തല കുമ്പിട്ട് നിൽക്കാതെ നെഞ്ചു പിരിച്ച് അങ്ങ് കൊമ്പത്തെയ മാറ്റും ഇനി ആചാരം കൊല്ലപാതകം പരിഹാരം പറയാൻ നിറയുണ്ടെന്നിരുന്നാലും മലയാളികൾക്ക് വലിയ നമസ്കാരം. സപ്പോർട്ട് നിങ്ങൾക്ക് പറ്റുന്ന സപ്പോർട്ടുകളൊക്കെ ഇവരെ പോലത്തെ കുറെ മറല്ലേ അണ്ടർ റേറ്റഡ് കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ഗൈസ്.